നമസ്കാരം. മലയാള സിനിമയിലെ പ്രമുഖ താരകുടുംബങ്ങളിൽ ഒന്നാണ് നടൻ ശ്രീനിവാസിൻ്റേത്. നടൻ, എഴുത്തുകാരൻ, നിർമ്മാതാവ്, സംവിധായകൻ എന്നിങ്ങനെ പല റോളുകളും കൈകാര്യം ചെയ്ത ശ്രീനിവാസിനെ പോലെ മക്കളും സിനിമയിൽ സജീവമാണ്. വേറിട്ട ശബ്ദവും ആലാപന ശൈലിയും കൊണ്ട് പുതുഗായകരിൽ ഏറ്റവും ശ്രദ്ധേയനായി മാറിയ ഗായകനാണ് വിനീത് ശ്രീനിവാസൻ. ഗായകൻ എന്നതിനു പുറമെ ഗാനരചന, സംഗീത സംവിധാനം, സിനിമാഭിനയം, തിരക്കഥ, രചന, സംവിധാനം തുടങ്ങി സിനിമയുടെ വൈവിധ്യമാർന്ന മേഖലകളിൽ ധൈര്യപൂർവ്വം പരീക്ഷണങ്ങൾ നടത്താനിറങ്ങിയ ചെറുപ്പക്കാരൻ എന്നൊക്കെയുള്ള വിശേഷണങ്ങൾക്ക് അനുയോജ്യനാണ് വിനീത് ശ്രീനിവാസൻ. കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിൽ പാട്ടുപാടിയായിരുന്നു വിനീത് ശ്രീനിവാസന്റെ സിനിമാ പ്രവേശനം. മകൻ സിനിമയിലേക്ക് വരാനായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ശ്രീനിവാസൻ പറഞ്ഞിരുന്നു. അവരുടെ ആഗ്രഹം പോലെ അവർ കരിയർ തിരഞ്ഞെടുക്കട്ടെ എന്ന നിലപാടിലായിരുന്നു അദ്ദേഹത്തിന്. പാട്ടുപാടാൻ വിനീത് വന്നില്ലെന്ന് പ്രിയദർശൻ പറഞ്ഞപ്പോഴും ശ്രീനിവാസൻ പ്രതികരിച്ചിരുന്നില്ല. ലിസി വഴി വിമലയായിരുന്നോ അന്ന് വിനീതിന് സിനിമയിലേക്കുള്ള വഴി തുറന്നു കൊടുത്തതെന്നുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു. കൈരളി ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു വിമലയും ശ്രീനിവാസനും ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. വിനീതേട്ടന് വേണ്ടി ശ്രീനിയേട്ടൻ അങ്ങനെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. സിനിമയിലേക്ക് വരാനായി ഞാനും ഒന്നും ചെയ്തിട്ടില്ല. അവൻ നന്നായി പാടും, അവനെ സിനിമയിൽ പാടിച്ചൂടെ എന്നൊക്കെ ഞാൻ ശ്രീനിയേട്ടനോട് ചോദിച്ചിട്ടുണ്ട്. ലിസിയോട് ഞാൻ അങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ലെന്ന് വിമല വ്യക്തമാക്കിയിരുന്നു. ഞാൻ എപ്പോൾ പറഞ്ഞു, ലിസി അങ്ങനെ വല്ലതും പറഞ്ഞോ എന്നും അവർ ചോദിച്ചിരുന്നു. അച്ഛനും പ്രിയനങ്ങളിലുമൊക്കെ ഒരുപോലെയുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു എന്നാണ് വിനീത് പറഞ്ഞത്. ഇവരൊക്കെ നിർബന്ധിച്ചാണ് എന്നെ പാട്ട് പഠിപ്പിച്ചത്. എനിക്ക് അഭിനയിക്കാനാണ് ആഗ്രഹമെന്നായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞത്. അച്ഛനോട് ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം പഠനം എന്നായിരുന്നു മറുപടി. ശ്രീനേട്ടനെ ആരെയെങ്കിലും കുറ്റം പറഞ്ഞു കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല. ശ്രീനേട്ടൻ പറയുന്നതും ഇഷ്ടമല്ല. എല്ലാ കാര്യവും അങ്ങനെ തുറന്നു പറഞ്ഞ് ജീവിക്കുന്നത് എനിക്കിഷ്ടമല്ല. മുക്കാൽ ഭാഗവും പറഞ്ഞോട്ടെ, കാൽ ഭാഗമെങ്കിലും മനസ്സിൽ വെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്നായിരുന്നു വിമല പറഞ്ഞത്. ഇവരുടെ ഫാമിലി മുക്കാൽ ഭാഗവും മനസ്സിൽ വെച്ച് കാൽ ഭാഗമായി പറയാറുള്ളൂ എന്നായിരുന്നു ശ്രീനിവാസന്റെ കമന്റ്. ചെറിയ ശ്രീനിയും വലിയ ലോകവും പരിപാടി ഞങ്ങൾ ഇരുന്ന് കാണാറുണ്ട്. സിനിമ അനുഭവങ്ങളൊക്കെ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമാണ്. അച്ഛനിടയ്ക്ക് മലയാളത്തിലെ ഒരു പ്രമുഖ നടനായിട്ട് ഇടയ്ക്ക് പണിയാറുണ്ട്. അഭിനേതാവ് എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്, അതെനിക്ക് ഇഷ്ടമല്ല. അതേക്കുറിച്ച് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു. കുറച്ച് പണി ഇരിക്കട്ടെ എന്നാണ് അച്ഛൻ പറയാറുള്ളത്. ഞാൻ അദ്ദേഹത്തെ മനഃപൂർവ്വം തേജോവധം ചെയ്യുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ശ്രീനിവാസൻ വിനീതിനോട് ചോദിച്ചിരുന്നു. അച്ഛൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് ഞാൻ എങ്ങനെ അറിയാനാണെന്നായിരുന്നു വിനീത് തിരിച്ചു ചോദിച്ചത്. പുകവലി നിർത്തിയെന്നാണ് അച്ഛൻ പുറത്തെല്ലാവരോടും പറയാറുള്ളത്. ഞാൻ സ്ട്രോങ് ഡിസിഷൻ എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബാത്റൂമിൽ പോയപ്പോൾ സിഗരറ്റ് കുറ്റിയും തീപ്പെട്ടി കമ്പും ഞാൻ കണ്ടിരുന്നു. അച്ഛൻ കള്ളം പറയുമെന്ന് മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു ഉദാഹരണം ഇനി വേണോ എന്നായിരുന്നു വിനീത് ചോദിച്ചത്. ഏട്ടന് ഇഷ്ടപ്പെട്ട നടനെ കുറ്റം പറയുന്നുവെന്ന് പറഞ്ഞില്ലേ, അത് ഏറ്റവും ആസ്വദിക്കുന്നതും ഏട്ടനാണെന്നായിരുന്നു ധ്യാനിന്റെ മറുപടി. മക്കൾക്ക് അവരുടേതായ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം അദ്ദേഹം അന്നേ കൊടുത്തിരുന്നു. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മഹത്വവും. നിരവധി പേരായിരുന്നു വീഡിയോയുടെ താഴെയായി കമന്റുകൾ രേഖപ്പെടുത്തിയത്. അതേസമയം ശ്രീനിവാസന്റെ വിയോഗം കേരളക്കരയെ ഒന്നാകെ സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് ഈ വീഡിയോയും വൈറലാകുന്നത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം നടന്നത്. അച്ഛന്റെ വിയോഗത്തിൽ സങ്കടമടക്കാനാവാതെ പൊട്ടിക്കരയുന്ന ധ്യാനിന്റെയും വിനീതിന്റെയും ചിത്രം മലയാളിയെ ഒന്നാകെ സങ്കടത്തിലാക്കിയിരുന്നു. ധ്യാനിന്റെ 37ാം ജന്മദിനമായ ഡിസംബർ 20-നായിരുന്നു മലയാളത്തിന്റെ പ്രിയ നടൻ ശ്രീനിവാസനും വിട പറയുന്നത്. സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഭാഗമായ ധ്യാൻ കോഴിക്കോട്ടായിരുന്നു. അച്ഛന്റെ അപ്രതീക്ഷിതമായ വിയോഗ വാർത്തയറിഞ്ഞ് രാവിലെ 11:30-യോടെയാണ് ധ്യാൻ ശ്രീനിവാസൻ കണ്ടനാട്ടെ വീട്ടിലെത്തിയത്. ചേതനയറ്റ അച്ഛന്റെ ശരീരത്തിന് മുന്നിൽ നിന്ന് ധ്യാൻ പൊട്ടിക്കരഞ്ഞു. ധ്യാനെ കണ്ടതോടെ അമ്മ വിമലയ്ക്കും സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല. കണ്ടു നിൽക്കുന്നവർക്കും പോലും ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. ജീവിതത്തിലെല്ലാം അച്ഛനാണ് എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് ധ്യാൻ ശ്രീനിവാസൻ. വഴക്ക് പറഞ്ഞതും വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതുമൊക്കെ എൻ്റെ നല്ലതിനായിരുന്നു. അതൊക്കെ രസകരമായിട്ടാണ് ധ്യാൻ അവതരിപ്പിക്കാറുള്ളത്. അമ്മയെക്കുറിച്ചും ചേട്ടനെക്കുറിച്ചുമെല്ലാം അഭിമുഖങ്ങളിൽ വാചാലനാവാറുമുണ്ട്. അസുഖക്കിടക്കയിൽ നിന്നും ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിലാണ് അച്ഛനെന്നും അന്ന് മക്കൾ പറഞ്ഞിരുന്നു. എന്തായാലും ശ്രീനിവാസനും വിമലയും ഒന്നിച്ചുള്ള അഭിമുഖങ്ങളും വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരു ഭാര്യയെ കിട്ടിയ നിങ്ങൾ ഭാഗ്യവാനാണെന്നായിരുന്നു ഒരു അഭിമുഖത്തിൽ ശ്രീനിവാസനോട് അവതാരകൻ പറഞ്ഞത്. അതെ, അവളുടെയും ഭാഗ്യമാണെന്നായിരുന്നു ശ്രീനിയുടെ മറുപടി. തമാശയും കാര്യങ്ങളും വിമർശനങ്ങളും ഒക്കെ പങ്കുവെക്കാറുണ്ട് ഇരുവരും. തനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടിയും ഭാര്യയുടെ ആഗ്രഹങ്ങളെ പരിഗണിക്കാറുണ്ട് താനെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ വരാനൊക്കെ മടിയായിരുന്നു, എന്നാൽ വരണമെന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു. ഇനി ഞാൻ പോയിട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ എന്തെങ്കിലും സംസാരിച്ചാൽ മണ്ടത്തരമായി പോകുമോ എന്ന് ചിന്തിക്കും പലരും. അങ്ങനെയാണ് ആത്മവിശ്വാസം പോകുന്നതെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എനിക്കില്ലാത്തതുണ്ടെന്ന് ഭാവിക്കരുത്. അറിയാത്ത കാര്യം അറിയില്ലെന്ന് തന്നെ പറയാറുണ്ട് ഞാൻ. വടക്ക് നോക്കിയ യന്ത്രം എനിക്ക് പ്രിയപ്പെട്ട സിനിമയാണ്. അതിലെ ഡയലോഗുകൾ ഓർത്ത് ഞാൻ തനിയെ ചിരിക്കാറുണ്ട്. നാണക്കേട് തോന്നിയ ഒരു സിനിമ കിളിച്ചുണ്ടൻ മാമ്പഴം. ആൾക്കാരുടെ മുന്നിൽ, അത് പ്രത്യേകിച്ച് കുട്ടികളുടെ, ടീനേജേഴ്സിന്റെ മുന്നിലൊക്കെ പറയുമ്പോൾ നാണക്കേടാണ്. പെണ്ണിന്റെ പിന്നാലെ പോവുകയില്ല, അതിൽ ഭയങ്കര നാണക്കേട് തോന്നിയ ഒരു ക്യാരക്ടറാണ്. എത്ര പെണ്ണുങ്ങളുടെ പിന്നാലെയാണ് പോകുന്നത്, ഭയങ്കര വെപ്രാളത്തോടു കൂടി സൗന്ദര്യയുടെ പിന്നാലെ പോകുന്നതൊക്കെയല്ലേ കാണുന്നത് എന്നായിരുന്നു വിമല പറഞ്ഞത്. ശ്രീനിവാസൻ അല്ലല്ലോ അത്
കലന്തനല്ലേ എന്നായിരുന്നു ശ്രീനിവാസിന്റെ ചോദ്യം. സിനിമ കാണുമ്പോൾ സിനിമയായി തന്നെ തോന്നണം, അത് തോന്നാത്തതല്ലേ ഇവിടെ പ്രശ്നമെന്നായിരുന്നു ശ്രീനിവാസിന്റെ കൗണ്ടർ. വിനീതിന്റെ സൈക്കിൾ എന്ന സിനിമയിൽ ചില രംഗങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. അവൻ അന്ന് ചെറുപ്പമായിരുന്നല്ലോ. ഇതുപോലത്തെ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവുമെന്നേ ഉള്ളൂ. ഇത് എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതൊരു ക്യാരക്ടറാണ്. അത്രയും ചെയ്താലേ ആ ക്യാരക്ടർ നിലനിൽക്കുകയുള്ളൂ. കിളിച്ചുടൻ മാമ്പഴത്തിലെ ക്യാരക്ടർ വളരെ എനർജറ്റിക് ആയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പോസിറ്റീവായാണ് ഞാൻ അതിനെ കാണുന്നത്. വേറൊരു സിനിമയിലും അത്രയും എനർജിയും ഓട്ടവും വികാര പ്രകടനങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. ഇതുപോലെ രസമുള്ളൊരു പാട്ട് ആലോചിച്ചെടുക്കാൻ പ്രിയനാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ് ആരിജ് ഇജ് എന്ന് ചോദിക്കുന്നത്. എൻജോയ് ചെയ്താണ് ഞാൻ ആ ക്യാരക്ടർ ചെയ്തതെന്ന്. എല്ലാത്തിലും ഹ്യൂമർ ഉണ്ടായിരുന്നു. കല്യാണത്തിന് മുന്നേ എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. ഞങ്ങൾ തമ്മിൽ പേഴ്സണലായി അടി ഉണ്ടാവാറില്ല. വേറെ പല ഘടകങ്ങളുണ്ടല്ലോ. അങ്ങനെ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളും ഒക്കെയുള്ളൂ. പാരലൽ കോളേജിൽ പഠിക്കുന്നതിനിടയിലാണ് വിമലയുമായി പ്രണയത്തിലാവുന്നത്. കോളേജിൽ ഞാൻ അവസാന വർഷമായപ്പോഴേക്കും ശ്രീനിയേട്ടൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയി. BEd കഴിഞ്ഞുടൻ തന്നെ വിമലയ്ക്ക് ജോലി കിട്ടിയിരുന്നു. അന്നൊന്നും ഞാൻ അത്ര നല്ല അവസ്ഥയിലായിരുന്നില്ല. വേറെ ആലോചനകളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഒരു കല്യാണം കഴിക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല അന്ന്. വേറെ ആലോചനകളൊക്കെ വന്നെങ്കിലും വേണ്ട എന്ന നിലപാടിലായിരുന്നു വിമല. നിമിത്തവും യോഗവും ഒക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ്. രജിസ്റ്റർ മാരേജ് ആയിരുന്നു ഞങ്ങളുടേത്. അതേസമയം അസുഖബാധിതനായ കാലം മുതൽ ശ്രീനിക്കൊപ്പം എല്ലായിടത്തും നിഴലായി വിമല ടീച്ചറും ഉണ്ടായിരുന്നു. അഭിമുഖങ്ങളിലൂടെയായി മലയാളികൾക്ക് നേരത്തെ പരിചിതയായിരുന്നു അവർ. ഭർത്താവിന് സിനിമകളെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഒക്കെയുള്ള സംസാരം വൈറലായിരുന്നു. അസുഖാവസ്ഥയിൽ നിന്നും മാറ്റം വന്നപ്പോൾ ശ്രീനിവാസൻ സിനിമയുമായി ബന്ധപ്പെട്ട പരിപാടികളെല്ലാം പങ്കെടുത്തിരുന്നു. വീണ്ടും അഭിനയിക്കാനും തിരക്കഥ എഴുതാനും ഒക്കെയായി തന്റെ ആഗ്രഹങ്ങളും അദ്ദേഹം പങ്കുവച്ചിരുന്നു. ഇടയ്ക്ക് ധ്യാനിന്റെയും വിനീതിന്റെയും സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു. അമ്മയുടെ യോഗത്തിലും ചാനൽ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. നിഴലായി വിമല ടീച്ചർ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. ശ്രീനിയേട്ടൻ ഇനിയില്ല എന്ന് അറിഞ്ഞപ്പോൾ ആർത്തലച്ച് കരയുകയായിരുന്നു വിമല ടീച്ചർ. മക്കളെത്തിയപ്പോൾ അവരെ പിടിച്ച് പൊട്ടിക്കരയുന്നതും ദൃശ്യങ്ങളിലൂടെയായി കണ്ടിരുന്നു. വിനീതും ധ്യാനും അമ്മയ്ക്കരികിൽ തന്നെയായിരുന്നു. മാറി നിന്ന് കരച്ചിലടക്കിയ വിനീത് അവസാന നിമിഷം അമ്മയെയും അനുജനെയും പിടിച്ച് കരയുകയായിരുന്നു. അങ്ങേയറ്റം തളർന്നിരിക്കുകയാണെങ്കിലും ശ്രീനിവാസിന്റെ അവസാന ചടങ്ങുകളിൽ മക്കളോടൊപ്പമായി വിമലയും ഉണ്ടായിരുന്നു. പറയാനുള്ളത് മുഖത്ത് നോക്കി വിളിച്ച് പറയുന്ന പ്രകൃതമാണ് ശ്രീനിവാസിൻ്റേത്. ഈ സ്വഭാവം കാരണം കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭാര്യയും മക്കളും എല്ലാം ഈ സ്വഭാവത്തെക്കുറിച്ച് പറയാറുമുണ്ട്. ഭർത്താവ് എന്ന നിലയിൽ ഒരേ ഒരു ദോഷമേ ഉള്ളൂ അദ്ദേഹത്തിന് എന്നായിരുന്നു വിമല പറഞ്ഞത്. സ്ത്രീകൾക്ക് അവരുടേതായ സ്പേസ് കൊടുത്തും ഭാര്യ എന്ന പരിഗണന കൊടുത്തുമൊക്കെയുള്ള കഥകളല്ലേ അദ്ദേഹം മിക്കവാറും എഴുതാറുള്ളത് എന്നായിരുന്നു വിമല ചോദിച്ചത്. തലള മന്ത്രത്തിലെ ഉർവശിയുടെയും ക്യാരക്ടറിന് പ്രചോദനമായത് നിങ്ങളുടെ ഭാര്യയാണോ എന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു. സിനിമ എടുക്കുന്നത് മുഴുവനും സ്വന്തം ജീവിതത്തിൽ നിന്നാണെന്ന് പറയാനാവില്ലല്ലോ. അങ്ങനെയല്ല, പ്രചോദനമേകിയോ എന്നാണ് എനിക്ക് വന്ന ചോദ്യങ്ങൾ എന്നായിരുന്നു ശ്രീനിവാസിന്റെ വിശദീകരണം. സ്ത്രീകളെ വല്ലാതെ വിമർശിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെയാണ് എഴുതാറുള്ളത്. ആർഭാടത്തോടെയുള്ള സ്ത്രീകളുടെ അഭിനിവേശമാണല്ലോ തലയണ മന്ത്രത്തിൽ കാണിച്ചത്. ഞാനൊരു സ്ത്രീ വിരോധിയാണോ എന്നറിയാനാണ് ഈ കുത്തിയുള്ള ചോദ്യം എന്ന് ശ്രീനിവാസൻ പറഞ്ഞപ്പോൾ സ്ത്രീ വിരോധിയൊന്നുമല്ല എന്നായിരുന്നു വിമലയുടെ പ്രതികരണം. ഭർത്താവ് എന്ന നിലയിൽ എനിക്ക് ദോഷങ്ങളൊന്നും പറയാനില്ല. ഒരേ ഒരു ദോഷമേ പറയാനുള്ളൂ. മനസ്സിലുള്ളത് മുഴുവനും എടുത്തു പറഞ്ഞ് ഉള്ള ആളുകൾ മുഴുവൻ അത് ഇത് എന്നൊക്കെ പറയും. അങ്ങനെ മനസ്സിലുള്ളത് മുഴുവനും തുറന്നു പറയാൻ പാടില്ലെന്നാണ് എൻ്റെ നിലപാട്. കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെച്ച് പറയുകയും എഴുതുകയും ചെയ്താൽ മതി. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് വിഷമം. മോനെ ഉള്ളത് മുഴുവൻ തുറന്നു പറയരുതെന്ന് ഞാൻ മോനോട് പറയാറുണ്ട്. കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെച്ച് സംസാരിക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ സംസാരം കുറച്ചു എന്നായിരുന്നു വിനീതിന്റെ മറുപടി. അച്ഛനെ പോലെ ആവാതിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഈ ഒരു കാര്യം വെച്ചാണ്. ശത്രുക്കളല്ല. അദ്ദേഹത്തിന്റെ പറച്ചിൽ കാരണം കുറച്ചു പേർക്ക് വിഷമം ഉണ്ടായതായി എനിക്കറിയാം. 1/4% മനസ്സിൽ വെച്ച് ബാക്കി 3/4% പറഞ്ഞോളൂ. അതാണ് എൻ്റെ ഇഷ്ടമെന്നും വിമല ശ്രീനിവാസനോട് പറഞ്ഞിരുന്നു.